ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ മേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ബ്രോക്കോളി മുട്ടത്തോരനാണ് കേട്ടോ. നമ്മുടെ കോളിഫ്ലവറിൻ്റെ ആകൃതിയിലാണ് അതുണ്ടാവുക. കോളിഫ്ലവർ ഒരു വെള്ള നിറാണെങ്കിൽ ഇത് പച്ചയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലത് കിട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ദുബായിൽ ഇത് കിട്ടുന്നുണ്ട്, ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രോക്കോളിയും മുട്ടയും കൂടിയിട്ടൊരു തോരൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിലേക്ക് ആവശ്യമായത് ബ്രോക്കോളി തന്നെ കേട്ടോ. ഇതാണ് ഈ ബ്രോക്കോളി. അപ്പോൾ നമുക്ക് ചിലർക്കത് അറിയില്ല, അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് കഴുകി നമ്മുടെ വിനാഗിരിയും മഞ്ഞളും ഉപ്പും കൂടിയിട്ടുള്ള വെള്ളത്തിൽ കഴുകി വാരി വെച്ചതാണ്. അപ്പോൾ ഇതൊരു ചെറുതാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴുകി വന്നപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്: 2 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു സബോള അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കം ഈ മുട്ടത്തോരൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കുരുമുളകും പൊടിയും ഉപ്പും കൂടിയിട്ട് ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചതച്ച മിളകാണ് വേണം, പിന്നെ ഉപ്പും കുരുമുളക് പൊടിയാണ് വേണ്ടത് കേട്ടോ. ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ കുറേശ്ശെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാൻ പറ്റണം. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സബോളയാണ്. അതിന് ശേഷം സബോളയ്ക്ക് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലും നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാതും ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒരു ബ്രൗൺ കളറായി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സബോള പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സബോളയ്ക്ക് നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തീ കുറച്ച് കൊടുക്കാം കേട്ടോ. തീ കുറച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചതച്ച് വെച്ച മിളക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മൂത്ത് വരുന്ന വരയ്ക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മിളക് എല്ലാതും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ച ബ്രോക്കോളി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം വെള്ളം മതിയാവും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. പാൻ്റെ മൂടിക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കിയത് ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ബ്രോക്കോളിയും ഈ ക്യാപ്സിക്കൊക്കെ നന്നായി വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഉപ്പിടാൻ മറക്കരുത്. ഉപ്പ് നോക്കിക്കോളാം. ഉപ്പിട്ടിട്ട് നമ്മുടെ ബ്രോക്കോളി എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം കേട്ടോ. എന്നാൽ നമ്മുടെ ബ്രോക്കോളിക്ക് ഇതേ വെന്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ വെന്തുണ്ട് കേട്ടോ നന്നായി. നമ്മുടെ ക്യാപ്സിക്കവും എല്ലാതും വന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഒന്നും കൂടി അറിയാനായിട്ട് ഒന്നും കൂടി അമർത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൂടി വെക്കുന്നുണ്ട്. ഒന്നും കൂടി മൂടിയിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ബ്രോക്കോളിയും ക്യാപ്സിക്കും എല്ലാതും വെന്ത് വന്നിട്ട്. അപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെ സൈഡിലേക്കൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് പൊട്ടിച്ചൊഴിച്ചാൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ.
നമുക്ക് മുട്ട ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് നല്ല പോലെ ഡ്രൈ ആവണ വരയ്ക്ക് നമുക്ക് ഇളക്കി കൊണ്ടിരിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരമാവധി ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുരു കളഞ്ഞിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ മുട്ട ഒഴിച്ച് കൊടുത്തൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രോക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് അടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ബ്രോക്കോളിയും മുട്ടയും കൂടിയിട്ടൊന്ന് തോരൻ വെച്ച് കഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റിൽ പറയണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഓക്കെ, ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ.